ഗൈസ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് iQOO പുറത്തിറക്കിയ അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള iQOO Neo 6ൻ്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ്. ആക്ച്വലി ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ iQOO Neo 6ൻ്റെ അൺബോക്സിംഗ് ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിവ്യൂ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ആദ്യം തന്നെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് iQOO Neo 6ൻ്റെ ഡിസൈൻ ആൻഡ് ബിൽഡാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൽ ടോട്ടലി iQOO കൊടുത്തിരിക്കുന്നത് ഒരു ലെതറി ഫിനിഷാണ്. സോ ബാക്ക് ടോട്ടലി ഒരു ലെതർ ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. ബട്ട് ഇത് ഹാർഡായിട്ടുള്ള ലെതർ ഫിനിഷ് അല്ല. നമ്മുടെ iQOO 9 സീരീസിൽ iQOO 9 Proയിൽ കണ്ട ആ ഒരു സെയിം എക്സാക്ട് ബിൽഡ് ക്വാളിറ്റിയാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഐ മീൻ ആ ഒരു ലെതർ ഫിനിഷ് സെയിം സ്കോപ്പീഡ് ആണ്. കാരണം ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ നിന്ന് ഒരു മിഡ് റേഞ്ച് ഫോണിലേക്ക് ആ ഒരു സെയിം കാര്യം തന്നെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ദാറ്റ് വാസ് റിയലി ഗുഡ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിഡ് റേഞ്ച് ഫോണിൽ നമുക്കൊരു ഫ്ലാഗ്ഷിപ്പ് ബിൽഡ് ക്വാളിറ്റി നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം ആ ഒരു കളർ ഗ്രേഡിൻ്റെ സെയിം അല്ലെങ്കിൽ ആ ഒരു സെയിം ഫിനിഷ് തന്നെയാണ് ബാക്കിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ബട്ട് ഇതുവരെയായിട്ട് നമ്മുടെ iQOO 9 ആ ഒരു BMW ആ ഒരു ലെതറി ഫിനിഷ് ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. എന്താ പറയുക, ലെതർ എങ്ങനെ നമുക്കൊരു മാറ്റ് ഫിനിഷ് ആക്കാം ആ ഒരു രീതിയിലാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. താഴെയായിട്ട് നമുക്ക് iQOOൻ്റെ ഒരു ലോഗോ കാണാനായിട്ട് സാധിക്കും. അത് നല്ല ഗ്ലേസിംഗ് ഉള്ളൊരു ലോഗോയാണ്. ആക്ച്വലി അതൊരു പുതിയ ഡിസൈനാണ്, എനിക്ക് ഒരുപാടധികം ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ തന്നെ ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ കേസില്ലാതെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ സ്മൂത്ത് ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ. കാരണം വലിയ രീതിയിലുള്ള സ്ക്രാച്ചസും കാര്യങ്ങളും ഈ ഒരു ലെതറി ഫിനിഷിൽ വരുന്നില്ല. ഇനി ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ നമുക്കൊരു വലിയൊരു ഡിസ്പ്ലേ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പഞ്ച് ഹോൾ ക്യാമറയൊക്കെ വളരെ ചെറുതായിട്ടാണ് ഇവിടെ മുകളിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആൻഡ് ആ ഒരു ചിൻസ് ആൻഡ് ബെസൽസ് വളരെ ചെറുതാണ്. 6.62 ഇഞ്ചസിൻ്റെ ഒരു AMOLED ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. iQOO 9 സെയിം ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് ഇവിടെയും കൊണ്ടുവന്നിട്ടുള്ളത്. സോ ദാറ്റ് വാസ് ഓൾസോ റിയലി ഗുഡ്. ആൻഡ് ഇനി ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രോസസ്സർ നമുക്ക് നോക്കാം. സ്നാപ്ഡ്രാഗണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 8 Gen ഫസ്റ്റ് CPU ആണ് ഇതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സറാണ് ഇതിൻ്റെ യൂസ് ചെയ്തിരിക്കുന്നത്. 4nm പ്രോസസ്സറാണ്. സെയിം ആസ് നമ്മൾ നേരത്തെ കണ്ട സ്മാർട്ട് ഫോൺസിൽ നിന്നുള്ള ഒരു പ്രോസസ്സറാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോസസ്സറിനെ പറ്റി എടുത്ത് പറയാനൊന്നും വലിയ കാര്യമൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക സ്മാർട്ട് ഫോൺസിലും വരുന്ന ഒരു പ്രോസസ്സറാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സറിനെ പറ്റി എടുത്ത് പറയേണ്ട ഒരാവശ്യവും എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. സോ ഈ ഒരു സ്മാർട്ട് ഫോൺ മിഡ് റേഞ്ച് എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഒരു 40,000 രൂപയ്ക്ക് മുകളിലേക്ക് അല്ലെങ്കിൽ ഒരു 30 to 40K രീതിയിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇതിൻ്റെ ഡിസ്പ്ലേയും ഈ ഒരു പ്രോസസ്സറൊക്കെ വെച്ച് 30 to 40Kക്ക് അകത്ത് ഒതുങ്ങുന്ന ഒരു കിടിലൻ ഫോണാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അൻറ്റു ബെഞ്ച്മാർക്ക് റിസൾട്ട്സൊക്കെ ഏകദേശം എക്സാക്ട് നോക്കുകയാണെങ്കിൽ 1 lakh അല്ല 1 crore അല്ലെങ്കിൽ ഒരു 10 lakhന് മുകളിലേക്ക് ഇത് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ വൈൽഡ് ലൈഫ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം 85% ഈ ഒരു സ്മാർട്ട് ഫോൺ കൊടുക്കുന്നുണ്ട്. അത് വളരെ നല്ല കാര്യം തന്നെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കൂളിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ സൂപ്പർബായിട്ടാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ട് നമുക്കൊരു ഗെയിമിംഗ് ഡിവൈസ് എന്ന് വേണമെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിനെ നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ട്. കാരണം ആ രീതിയിലുള്ള കൂളിംഗ് സിസ്റ്റമാണ് ഈ ഒരു ഡിവൈസിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. സെയിം ആസ് നമ്മൾ നേരത്തെ കണ്ട iQOO സീരീസ് ഫോണിലുള്ള ലിക്വിഡ് കൂളിംഗ് സിസ്റ്റമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് കമ്പനി യൂസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം എൻ്റെ കയ്യിരിക്കുന്നത് 12 GB റാമും 256 GB സ്റ്റോറേജ് വേരിയൻ്റാണ്. ഇതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള 8 GB റാമും 128 GB സ്റ്റോറേജ് നമുക്ക് കറൻ്റ്ലി അവൈലബിൾ തന്നെയാണ്. iQOO ഡിവൈസ് പറയുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് പറയാനുള്ള അതിൻ്റെ ഒരു ഗെയിമിംഗ് റിവ്യൂ ആണ്. ഗെയിമിംഗ് റിവ്യൂയിലേക്ക് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്തുള്ള പ്രോസസ്സർ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ സ്നാപ്ഡ്രാഗൻ്റെ SM8450 എന്ന് പറയുന്ന സ്നാപ്ഡ്രാഗൺ 8 Gen ഫസ്റ്റ് CPU ആണ് ഇതിൻ്റെ, അല്ലെങ്കിൽ ഫസ്റ്റ് ചിപ്സെറ്റ് ആണ് ഇതിൻ്റെ യൂസ് ചെയ്തിരിക്കുന്നത്. 4nm പ്രോസസ്സറാണ്. ആ ഒരു നാനോമീറ്ററിൽ വളരെയധികം സ്പീഡ് വരുന്ന ഒരു പ്രോസസ്സറാണ്. ഇതിൻ്റെ GPU നോക്കുകയാണെങ്കിൽ Adreno 730 എന്ന് പറയുന്ന GPU ആണ് ഇതിൻ്റെ യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ സ്പീഡാണ്. ഏകദേശം നമ്മൾ ഗെൻഷിൻ ഇമ്പാക്റ്റ് കളിക്കുമ്പോൾ നമുക്ക് 40 to 50 FPS നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ ഈ ഒരു സ്മാർട്ട് ഫോൺ അതായത് ഈ 30 to 40K സ്മാർട്ട് ഫോണിൽ കിട്ടുന്ന വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഞാൻ ഗെൻഷിൻ ഇമ്പാക്റ്റ് മാത്രമേ ട്രൈ ചെയ്തുള്ളൂ. ഇതിൻ്റെ അകത്തുള്ള ആ ഒരു എന്താ പറയുക ഡെൻസിറ്റിയും കാര്യങ്ങളായാലും എന്ത് നോക്കിയാലും വളരെയധികം സ്മൂത്ത്നെസ് ആണ്. ഇതിനകത്ത് ഗെയിമിംഗ് മോഡും അതോടൊപ്പം നമുക്ക് നോർമൽ മോഡും അവൈലബിൾ ആണ്. ഗെയിമിംഗ് മോഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് കിട്ടുന്നത് 120 FPS വരെ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. എങ്കിലും ഞാൻ 120 FPS മുകളിലെന്ന് പറയുന്നില്ല, ഒരു 100 അല്ലെങ്കിൽ ഒരു 15 അല്ലെങ്കിൽ 115 ആ ഒരു റേഞ്ചിലാണ് കിട്ടുന്നത്. 100ഉം 115 ആ ഒരു റേഞ്ചിലുള്ള FPS നമുക്ക് ലഭിക്കുന്നുണ്ട്. പബ്ജിയിൽ നമുക്ക് അൾട്രയിലും അതോടൊപ്പം തന്നെ ബാലൻസ്ഡിലും കളിക്കാനായിട്ട് സാധിക്കും. സോ നല്ല രീതിയിൽ തന്നെ ഗെയിമും കാര്യങ്ങളൊക്കെ റൺ ആവും. എസ്പെഷ്യലി പബ്ജിക്കകത്ത് നമുക്ക് സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. നല്ല രീതിയിലുള്ള റെൻഡറിങ് ക്വാളിറ്റിയാണ്. പബ്ജിയിൽ നിന്നല്ല, ഇതിൻ്റെ ഗെയിം സെറ്റിങ്സിൽ നിന്ന് തന്നെ ഒരുപാടധികം റെൻഡറിങ് ക്വാളിറ്റിയും കാര്യങ്ങളും നമുക്ക് ഗെയിംസിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഗെൻഷിൻ ഇമ്പാക്റ്റിൻ്റെ കാര്യമാണ് കുറച്ച് എടുത്ത് പറയേണ്ടത്. കാരണം ഈ ഒരു സമയത്ത് നമ്മൾ ആ ഒരു ക്വാളിറ്റി റെൻഡറിങ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ഓവറായിട്ടുള്ള കളർ ഗ്രേഡിയൻറ്റും കാര്യങ്ങളും ലഭിക്കുന്നുണ്ട്. സോ അത് കുറച്ച്
പോരായ്മയായിട്ട് തോന്നി. കാരണം PUBG പോലത്തെ ഗെയിംസിലാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ബട്ട് ഫോർ ഗെൻഷൻ ഇമ്പാക്ട് ഇറ്റ്സ് റിയലി ബാഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് ഡിസ്പ്ലേയുടെ കാര്യമാണെങ്കിൽ ഗെയിമിങ്ങിൻ്റെ സമയത്ത് ബ്രൈറ്റ്നസ് ഫുൾ ഇടുന്ന സമയത്ത് ചെറിയൊരു ഗ്ലിച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് അത് നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ് ശരിയാക്കുമായിരിക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എനിക്ക് തോന്നുന്നു അത് ഇത്ര FPS അതായത് ഇത്ര ഹൈ എൻഡ് FPS നമുക്ക് ഫുൾ സ്ക്രീൻ ബ്രൈറ്റ്നസ് ഇട്ട് കളിക്കുന്ന സമയത്ത് തോന്നുന്ന ഒരു ഫീൽ ആയിരിക്കാം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ അകത്തുള്ള കൺട്രോളേഴ്സും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കൺട്രോൾസും കാര്യങ്ങളും മോഡിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഈ ഒരു കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സാക്ട്ലി നമുക്കൊരു എന്താ പറയുക, ഒരു ഗെയിം പാഡ് യൂസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ പ്ലേയബിലിറ്റി കൂടുതലാണ്. മെയിൻലി ഗെൻഷൻ ഇമ്പാക്റ്റ് അതുപോലെ തന്നെ PUBG അങ്ങനത്തെ ഫ്രീ ഫയർ അങ്ങനത്തെ ഗെയിംസൊക്കെ നമുക്ക് കൂടുതലായിട്ട് കളിക്കാനും കൂടുതലായിട്ട് കമ്പാറ്റബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെറ്റിംഗ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എനിക്കത് ഒരുപാട് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം നല്ലൊരു ഫ്യൂച്ചറാണ്. ഗെയിമിങ് നോക്കുന്ന ആളുകൾക്കാണെങ്കിൽ വളരെ മികച്ച ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും iQOOൻ്റെ iQOO Neo 6 എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്തുള്ള ഹാപ്റ്റിക് ടച്ച് ആണ്. ഹാപ്റ്റിക് ടച്ച് വളരെ സ്മൂത്ത്നെസ്സായിട്ടുള്ള ഒരു ഫീലാണ് നമുക്ക് ലഭിക്കുന്നത്. ആ ഒരു സ്പീക്കറിൻ്റെ ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സിൻ്റെ താഴെ നട്ട് നല്ല കിടിലനായിട്ട് നമുക്ക് ഹാപ്റ്റിക് ടച്ചും കാര്യങ്ങളും ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഗെയിമിങ്ങിൻ്റെ സമയത്ത് നോക്കുകയാണെങ്കിൽ സ്പീക്കേഴ്സ് അടിപൊളിയാണ്. ഒരു രീതിയിലുള്ള ഒരു എന്താ പറയുക, ഒരു ഗ്ലിച്ചിങ്, ഒരു എന്താ പറയുക ലാറ്റൻസിയോ കുറവില്ല. നല്ല രീതിയിൽ തന്നെ, നല്ല കിള്ള രീതിയിൽ തന്നെ നമുക്ക് ഗെയിംസിൽ സൗണ്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോൺ പുഷ് ചെയ്യുന്നുണ്ട്. എക്സാക്ട് ടൈമിങ്ങിൽ തന്നെയാണ് നമുക്ക് സൗണ്ടും കാര്യങ്ങളും ഈ ഒരു ഡിവൈസിൽ നിന്ന് കിട്ടുന്നത്. എനിക്ക് ഒരുപാടധികം ഇഷ്ടപ്പെട്ടൊരു കാര്യമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി നമ്മൾ നോക്കുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഓവറോൾ പെർഫോമൻസ് ആണ്. പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ എവിടെയോ ബാറ്ററി ചെറുതായിട്ട് കുറയുന്നതും ഹീറ്റ് കൂടുതലായിട്ട് ഫീൽ ചെയ്തു. കാരണം കളിക്കുന്ന സമയത്ത്, അതായത് കളിക്കുന്നതിന് എടുക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ 35 ഡിഗ്രി സെൽഷ്യസിൽ നിൽക്കുന്ന സ്മാർട്ട് ഫോൺ എവിടെയോ 38 ഡിഗ്രി സെൽഷ്യസിലോട്ട് പോകുന്നതായിട്ട് എനിക്ക് തോന്നി. ബട്ട് അത് വലിയ കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾ നോക്കുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി ആൻഡ് ചാർജിങ് ആണ്. ബാറ്ററി ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ 80 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 19 മിനിറ്റ് കൊണ്ട് തന്നെ 20% നിന്ന് 80% വരെ നമുക്ക് ഇതിൻ്റെ അകത്ത് ചാർജ് കയറ്റാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണെന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. 4700 mAh ബാറ്ററിയാണ്. ഇത്രയും ഒരു 80 വാട്ട്സിൻ്റെ ചാർജർ കൊടുത്ത സ്ഥിതിക്ക് ഒരു 5000 mAh ആക്കാമായിരുന്നു എന്നെനിക്ക് തോന്നി. മേ ബി പ്രൈസിങ്ങും കാര്യങ്ങളും ആയതുകൊണ്ടായിരിക്കാം ഈ രീതിയിൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി iQOO Neo 6ൻ്റെ ക്യാമറ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാക്കിലായിട്ട് നമുക്ക് ഒരു എന്താ പറയുക, ക്യാമറ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ ട്രിപ്പിൾ റിയർ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. 64 മെഗാപിക്സലിൻ്റെ വൈഡ് ക്യാമറയും 12 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയും 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് ക്യാമറ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്യാമറയിൽ എടുക്കുന്ന മിക്ക ഫോട്ടോസിനും നല്ല ക്വാളിറ്റി തന്നെയാണ് ഉള്ളത്. 64 മെഗാപിക്സൽ എന്ന് പറയുന്ന ഈ ഒരു ക്യാമറ എന്ന് പറയുന്നത് അടിപൊളി തന്നെയാണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ട് ഇറക്കുന്ന സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ ക്യാമറയിൽ വലിയ രീതിയിലുള്ള ഫോക്കസ് iQOO കൊടുത്തിട്ടില്ല എന്ന് വേണമെങ്കിൽ എനിക്ക് പേഴ്സണലി പറയാനായിട്ട് പറ്റും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് iQOO സ്മാർട്ട് ഫോൺസിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ഇതിൻ്റെ ക്യാമറ. അതായത് ഒരു മിഡ് റേഞ്ച് ഫോണിൽ കിട്ടാവുന്ന രീതിയിലുള്ള ഒരു ക്യാമറ പെർഫോമൻസ് തന്നെ ഈ ഒരു ഡിവൈസ് നമുക്ക് കിട്ടുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്യാമറ റിവ്യൂവിൽ നമുക്ക് ഇതിനെ കൂടുതലായിട്ട് സംസാരിക്കാം. ആൻഡ് ഇനി നമ്മൾ നോക്കുന്നത് ഈ ഒരു ഡിവൈസ് എടുക്കണോ വേണ്ടത്, അതായത് ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ വീഡിയോ ആണ്. നിങ്ങളൊരു ഗെയിമിംഗ് ഓറിയൻറ്റഡ് ഫോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും iQOO Neo 6 എടുക്കാം. ബട്ട് ഒരു ഓവറോൾ പെർഫോമൻസ്, അതായത് ഒരു ഡെയിലി ഡ്രൈവർ അല്ലെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്യാമറയിൽ കുറച്ച് പോരായ്മയുണ്ട്. കാരണം ഫ്രണ്ടിലായിട്ട് 16 മെഗാപിക്സലും ബാക്കിലായിട്ട് 64 മെഗാപിക്സലുമാണ്. നിങ്ങളൊരു 30,000 രൂപ അല്ലെങ്കിൽ ഒരു 40,000 ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കായിരിക്കും ഇതിൻ്റെ പ്രൈസ് വരുന്നത്. എനിക്ക് എക്സാക്ട് പ്രൈസ് അറിയില്ല. തമ്മിൽ മേ ബി ഞാൻ എക്സ്പെക്റ്റഡ് പ്രൈസ് ആയിരിക്കും ഇട്ടിരിക്കുന്നത്. സോ ഒരു ക്യാമറ കൂടുതലായിട്ട് നോക്കുന്ന ആളാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യാത്തൊരു ഫോൺ ആയിരിക്കും. കാരണം ഒരു 16 ആ ഒരു സ്ഥാനത്ത് നിങ്ങൾക്ക് 32 മെഗാപിക്സലുള്ള ക്യാമറ ഫോൺസ് കിട്ടും. സോ ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂവിൽ നമുക്ക് ഇനിയും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം. സോ അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം. മണ്ടിൽ ദെൻ ദിസ് ഈസ് ആത്തിൻ സൈനിങ് ഓഫ്. ബൈ ടാറ്റ.